ഇന്ത്യയുടെ ഏതോ ഒരൊറ്റപ്പെട്ട കോണിൽ ആയിരക്കണക്കിന് വർഷമായി മരിക്കാൻ കഴിയാത്ത ഒരാൾ ഇന്നും ജീവിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നെറ്റിയിൽ ഒരിക്കലും മായാത്ത മുറിവ്, ശരീരത്തിൽ അവസാനിക്കാത്ത വേദന, മനുഷ്യരിൽ നിന്ന് അകന്ന് മരണത്തിനായി കാത്തിരിക്കുന്ന ഒരു യോദ്ധാവ്. അയാൾ ഒരു സാധാരണ മനുഷ്യനല്ല. ദ്രോണാചാര്യരുടെ മകൻ അശ്വത്ഥാമാവ്. കുരുക്ഷേത്രത്തിലെ ഒരു രാത്രിയിൽ അയാൾ ചെയ്തത് അത്ര ഭീകരമായിരുന്നു. കൃഷ്ണൻ നൽകിയ ശിക്ഷ മരണമല്ലായിരുന്നു, മരിക്കാൻ കഴിയാത്ത ജീവിതമായിരുന്നു. പക്ഷെ ചോദ്യം ഇതാണ്, ആ ശാപം ഇന്നും തുടരുന്നുണ്ടോ? അശ്വത്ഥാമാവ് ഇന്നും എവിടെയെങ്കിലും ജീവിച്ചിരിക്കുകയാണോ? നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അശ്വത്ഥാമാവിൻ്റെ പിതാവ് സാധാരണക്കാരനായിരുന്നില്ല. പാണ്ഡവരെയും കൗരവരെയും ആയുധവിദ്യ പഠിപ്പിച്ച ഗുരു ദ്രോണാചാര്യർ. അമ്മ കൃപി. ചെറുപ്പം മുതൽ തന്നെ ആയുധവിദ്യയുടെ നടുവിലാണ് അശ്വത്ഥാമാവ് വളർന്നത്. മഹാഭാരത പരമ്പരയിൽ അദ്ദേഹത്തിൻ്റെ ജനനം പോലും അസാധാരണമായിട്ടാണ് വിവരിക്കപ്പെടുന്നത്. ജനിച്ച കുഞ്ഞ് സാധാരണ കുഞ്ഞുങ്ങളെ പോലെ കരഞ്ഞില്ല. കുതിരയുടെ ശബ്ദം പോലെയുള്ള വലിയൊരു ശബ്ദം പുറപ്പെടുവിച്ചു. അതുകൊണ്ടാണ് അശ്വത്ഥാമാവ് എന്ന പേര് ലഭിച്ചതെന്ന് കഥ പറയുന്നു. നെറ്റിയിൽ ഒരു ദിവ്യമായ മണിയുമായിട്ടാണ് അശ്വത്ഥാമാവ് ജനിച്ചതെന്നും മഹാഭാരത പരമ്പര പറയുന്നു. ആ മണി അദ്ദേഹത്തിന് അസാധാരണമായ സംരക്ഷണം നൽകിയിരുന്നതായും വിവരിക്കപ്പെടുന്നു. പക്ഷെ രാജകുമാരന്മാരോടൊപ്പം പഠിച്ചിരുന്നെങ്കിലും അശ്വത്ഥാമാവിൻ്റെ ബാല്യം രാജകീയമായിരുന്നില്ല. ദ്രോണരുടെ കുടുംബം ഒരു കാലത്ത് വലിയ ദാരിദ്ര്യത്തിലൂടെയാണ് കടന്നുപോയത്. ഒരു കുട്ടിയായി അശ്വത്ഥാമാവ് അനുഭവിച്ച ആ കുറവുകൾ, പിതാവിനോടുള്ള അതിശക്തമായ ബന്ധം, പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എത്ര വലിയ സ്വാധീനം ചെലുത്തിയെന്ന് നമുക്ക് കാണാം. കാരണം അശ്വത്ഥാമാവിൻ്റെ കഥയുടെ കേന്ദ്ര ബിന്ദു യുദ്ധമല്ല. ഒരു രീതിയിൽ നോക്കിയാൽ പിതാവിനെ നഷ്ടപ്പെട്ട ഒരു മകൻ്റെ കോപമാണ്. കാലം കടന്നു. പാണ്ഡവരും കൗരവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനം കുരുക്ഷേത്ര യുദ്ധത്തിൽ എത്തി. ഒരു വശത്ത് പാണ്ഡവർ, മറുവശത്ത് ദുര്യോധനനും കൗരവരും. അശ്വത്ഥാമാവ് നിന്നത് ദുര്യോധനന്റെ പക്ഷത്തായിരുന്നു. അദ്ദേഹം സാധാരണ സൈനികനായിരുന്നില്ല. വലിയ യോദ്ധാവ്, ദിവ്യാസ്ത്രങ്ങളെക്കുറിച്ച് അറിവുള്ളവൻ, നാരായണാസ്ത്രവും ബ്രഹ്മശിരസ് പോലെയുള്ള അതിശക്തമായ അസ്ത്രങ്ങളും ഉപയോഗിക്കാൻ അറിയാവുന്ന ഒരാൾ. പക്ഷേ യുദ്ധം മുന്നോട്ട് പോകുമ്പോൾ കൗരവ പക്ഷത്തിന് വലിയ നഷ്ടങ്ങൾ സംഭവിച്ചു തുടങ്ങി. ഭീഷ്മർ വീണു. പിന്നീട് കൗരവ സേനയുടെ നേതൃത്വം ദ്രോണാചാര്യരുടെ കൈകളിലെത്തി. ദ്രോണർ യുദ്ധഭൂമിയിൽ നിൽക്കുന്നിടത്തോളം അദ്ദേഹത്തെ തോൽപ്പിക്കുക അത്ര എളുപ്പമായിരുന്നില്ല. അപ്പോഴാണ് ഒരു തന്ത്രം രൂപപ്പെട്ടത്. ആ തന്ത്രത്തിൻ്റെ കേന്ദ്രത്തിൽ ഒരു പേരുണ്ടായിരുന്നു, അശ്വത്ഥാമാവ്. പാണ്ഡവരുടെ ഭാഗത്ത് അശ്വത്ഥാമാവ് എന്ന പേരുള്ള ഒരു ആനയുണ്ടായിരുന്നു. ഭീമൻ ആ ആനയെ കൊന്നു. പിന്നീട് ദ്രോണരുടെ അടുത്തേക്ക് വാർത്തയെത്തി, അശ്വത്ഥാമാവ് മരിച്ചു. പക്ഷെ ദ്രോണർ അതുടനെ വിശ്വസിച്ചില്ല. അദ്ദേഹത്തിന് ഉറപ്പ് വേണം. അതിനായി അദ്ദേഹം ചോദിച്ചത് യുധിഷ്ഠിരനോടാണ്. കാരണം യുധിഷ്ഠിരൻ കള്ളം പറയില്ലെന്ന് എല്ലാവർക്കും അറിയാം. യുധിഷ്ഠിരൻ പറഞ്ഞത് അശ്വത്ഥാമാവ് മരിച്ചു എന്നാണ്. അത് ആനയാണെന്ന ഭാഗം ദ്രോണർ വ്യക്തമായി കേൾക്കാത്ത രീതിയിലായിരുന്നു പറഞ്ഞത്. സ്വന്തം മകൻ മരിച്ചെന്ന് വിശ്വസിച്ച ദ്രോണർ തകർന്നു. ആയുധങ്ങൾ താഴെ വെച്ചു. യുദ്ധത്തിൽ നിന്ന് മനസ്സ് പിൻവലിച്ചു. അപ്പോഴാണ് ധൃഷ്ടദ്യുമ്നൻ ദ്രോണരെ കൊന്നത്. ഒരു മഹായോദ്ധാവിൻ്റെ അന്ത്യം. പക്ഷേ അവിടെ അവസാനിച്ചത് ദ്രോണരുടെ ജീവിതം മാത്രമായിരുന്നില്ല. അവിടെ മറ്റൊന്നുകൂടി ജനിച്ചു, അശ്വത്ഥാമാവിൻ്റെ പ്രതികാരം. സ്വന്തം പിതാവ് എങ്ങനെ കൊല്ലപ്പെട്ടു എന്നറിഞ്ഞ അശ്വത്ഥാമാവിൻ്റെ ഉള്ളിലുണ്ടായത് ദുഃഖം മാത്രമായിരുന്നില്ല, അപമാനം, കോപം, പ്രതികാരം. യുദ്ധത്തിലെ നിയമങ്ങൾ തകർത്താണ് തൻ്റെ പിതാവിനെ കൊന്നതെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അവൻ്റെ കണ്ണിൽ ഒരു ചോദ്യം മാത്രം: അവർ നിയമം പാലിച്ചില്ലെങ്കിൽ ഞാൻ എന്തിനാണ് നിയമം പാലിക്കുന്നത്? ഈ ഒരു ചിന്തയാണ് അശ്വത്ഥാമാവിൻ്റെ ജീവിതത്തെ മാറ്റിയത്. കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ 18-ാം ദിവസമെത്തി. കൗരവസേന ഏതാണ്ട് പൂർണ്ണമായും തകർന്നു. ദുര്യോധനൻ ഭീമനുമായുള്ള ഗദായുദ്ധത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് നിലത്ത് വീണ് കിടക്കുന്നു. കൗരവരുടെ വലിയ സൈന്യത്തിൽ നിന്ന് പ്രധാനമായി ബാക്കിയുണ്ടായിരുന്നത് 3 പേർ: അശ്വത്ഥാമാവ്, കൃപാചാര്യർ, കൃതവർമ്മ. ആ രാത്രി മൂവരും ഒരു വനപ്രദേശത്തേക്ക് മാറി. കൃപാചാര്യരും കൃതവർമ്മയും ക്ഷീണിച്ച് ഉറങ്ങിപ്പോയി. പക്ഷെ അശ്വത്ഥാമാവിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. മനസ്സിൽ വീണ്ടും വീണ്ടും വരുന്നത് അച്ഛൻ്റെ മരണമാണ്. അതേസമയം അദ്ദേഹം ഒരു കാഴ്ച കണ്ടു.
ഒരു മരത്തിൽ നിരവധി കാക്കകൾ ഉറങ്ങുന്നത് കണ്ടു. ഇരുട്ടിൽ ഒരു മൂങ്ങ എത്തുന്നു. ഉറങ്ങിക്കിടക്കുന്ന കാക്കകളെ ഒന്നൊന്നായി ആക്രമിക്കുന്നു. അവിടെ അശ്വത്ഥാമാവിൻ്റെ മനസ്സിൽ ഒരു ആശയം ജനിച്ചു. പകൽ യുദ്ധത്തിൽ ജയിക്കാൻ കഴിയാത്തവരെ രാത്രിയിൽ ഉറങ്ങുമ്പോൾ ആക്രമിച്ചാൽ. മഹാഭാരതത്തിലെ സൗത്തിക പർവം അശ്വത്ഥാമാവിൻ്റെ ഈ തീരുമാനത്തെ വളരെ പ്രധാനമായി വിവരിക്കുന്നു. കൃപാചാര്യർ അദ്ദേഹത്തെ തടയാൻ ശ്രമിച്ചെങ്കിലും പ്രതികാരം മാത്രമായിരുന്നു അശ്വത്ഥാമാവിൻ്റെ മനസ്സിൽ. ഒന്ന് ചിന്തിച്ചു നോക്കൂ. 18 ദിവസം നീണ്ട യുദ്ധം കഴിഞ്ഞിരിക്കുന്നു. ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു. യുദ്ധം ഏതാണ്ട് അവസാനിച്ചുവെന്ന് പാണ്ഡവസേന കരുതുന്നു. പാളയത്തിൽ എല്ലാവരും ഉറങ്ങുന്നു. അവർക്ക് അറിയില്ല ഇരുട്ടിലൂടെ ഒരാൾ അവരുടെ അടുത്തേക്ക് വരികയാണ്. അശ്വത്ഥാമാവ്. കൃപാചാര്യരും കൃതവർമ്മയും കൂടെയുണ്ട്. പാണ്ഡവരുടെ പാളയത്തിന് സമീപം എത്തിയ അശ്വത്ഥാമാവ് അകത്തേക്ക് കടന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒരാൾ ദൃഷ്ടദ്യുമ്നനായിരുന്നു. അച്ഛനായ ദ്രോണരെ കൊന്ന മനുഷ്യൻ. ഉറങ്ങിക്കിടന്ന ദൃഷ്ടദ്യുമ്നെ അശ്വത്ഥാമാവ് ആക്രമിച്ചു. അതോടെ പാളയം ഉണർന്നു. പക്ഷെ എന്താണ് സംഭവിക്കുന്നതെന്ന് പലർക്കും മനസ്സിലായില്ല. ഇരുട്ട്, നിലവിളി, ഓട്ടം, ഭയം. ആ രാത്രിയിൽ ദൃഷ്ടദ്യുമ്നും ശിഖണ്ഡിയും ഉൾപ്പെടെ നിരവധി പേർ കൊല്ലപ്പെട്ടു. അവിടെ ഉണ്ടായിരുന്ന ദ്രൗപദിയുടെ 5 പുത്രന്മാരും കൊല്ലപ്പെട്ടു. ഇതാണ് അശ്വത്ഥാമാവിൻ്റെ കഥയിൽ തിരിച്ചു വരാൻ കഴിയാത്ത സ്ഥലം. കാരണം ഇതുവരെ നമ്മൾ കണ്ടത് അച്ഛനെ നഷ്ടപ്പെട്ട ഒരു മകൻ, യുദ്ധം ചെയ്ത ഒരു യോദ്ധാവ്. പക്ഷേ ആ രാത്രി പ്രതികാരം അശ്വത്ഥാമാവിനെ മറ്റൊരു മനുഷ്യനാക്കി മാറ്റി. രാവിലെ പാണ്ഡവർ പാളയത്തിലേക്ക് തിരിച്ചെത്തിയപ്പോൾ കണ്ടത് വിജയം നേടിയ സൈന്യമല്ല, നിശബ്ദതയാണ്. സ്വന്തം മക്കൾ മരിച്ചു കിടക്കുന്നത് കണ്ട് ദ്രൗപദി തകർന്നു. 18 ദിവസം യുദ്ധം ചെയ്ത് രാജ്യം ജയിച്ചവർക്ക് ആ നിമിഷത്തിൽ എല്ലാം നഷ്ടപ്പെട്ടതുപോലെയായിരുന്നു. ദ്രൗപദിക്ക് നീതി വേണം. അശ്വത്ഥാമാവിനെ കണ്ടെത്തണം. ഭീമൻ ആദ്യം പുറപ്പെട്ടു. പിന്നീട് കൃഷ്ണനും അർജുനനും യുധിഷ്ഠിരനും പിന്നാലെ പോയി. അവസാനം വ്യാസന്റെ സമീപത്തു നിന്ന് അശ്വത്ഥാമാവിനെ കണ്ടെത്തി. അശ്വത്ഥാമാവിൻ്റെ മുന്നിൽ ഭീമൻ, പിന്നിൽ അർജുനൻ, കൂടെ കൃഷ്ണൻ. രക്ഷപ്പെടാൻ വഴിയില്ലെന്ന് അശ്വത്ഥാമാവിന് മനസ്സിലായി. അപ്പോഴാണ് കഥ മറ്റൊരു തലത്തിലേക്ക് മാറുന്നത്. അശ്വത്ഥാമാവ് ഒരു സാധാരണ അമ്പെടുത്തില്ല. പകരം ഒരു പുല്ലിൻ്റെ തണ്ട് കയ്യിലെടുത്തു. മന്ത്രത്തിലൂടെ അതിനെ അതിശക്തമായ ഒരു ദിവ്യാസ്ത്രമാക്കി മാറ്റി. ബ്രഹ്മശിരസ്. അത് പാണ്ഡവരെ നശിപ്പിക്കാൻ അയച്ചു. സ്ഥിതി മനസ്സിലാക്കിയ കൃഷ്ണൻ അർജുനനോടും അതേ അസ്ത്രം പ്രയോഗിക്കാൻ പറയുന്നു. അർജുനനും ബ്രഹ്മശിരസ് പ്രയോഗിച്ചു. 2 അതിശക്തമായ അസ്ത്രങ്ങൾ പരസ്പരം വരുന്നു. അതിൻ്റെ ഫലം സാധാരണ യുദ്ധമല്ല, വലിയ നാശമായിരിക്കും. അപ്പോഴാണ് വ്യാസനും നാരദനും ഇടപെടുന്നത്. അസ്ത്രങ്ങൾ പിൻവലിക്കാൻ ആവശ്യപ്പെടുന്നു. അർജുനന് തൻ്റെ അസ്ത്രം തിരികെ വിളിക്കാൻ കഴിഞ്ഞു. പക്ഷേ അശ്വത്ഥാമാവിന് കഴിഞ്ഞില്ല. അതായിരുന്നു അടുത്ത ദുരന്തം. അസ്ത്രം തിരിച്ചെടുക്കാൻ കഴിയില്ല. എവിടെയെങ്കിലും അത് പതിക്കണം. അപ്പോഴാണ് അശ്വത്ഥാമാവ് എടുത്ത തീരുമാനം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റായി മാറുന്നത്. പാണ്ഡവരെ ഇപ്പോൾ കൊല്ലാൻ കഴിയില്ലെങ്കിൽ അവരുടെ വംശം തന്നെ അവസാനിപ്പിക്കാം. അർജുനന്റെ മകൻ അഭിമന്യു യുദ്ധത്തിൽ നേരത്തെ മരിച്ചിരുന്നു. അഭിമന്യുവിൻ്റെ ഭാര്യ ഉത്തര ഗർഭിണിയായിരുന്നു. അവളുടെ ഗർഭത്തിൽ വളരുന്ന കുഞ്ഞാണ് പാണ്ഡവ വംശത്തിൻ്റെ ഭാവി. അശ്വത്ഥാമാവ് തൻ്റെ അസ്ത്രത്തിൻ്റെ ശക്തി ആ ഗർഭത്തിലേക്ക് തിരിച്ചു. ഒരു യുദ്ധത്തിൽ പോലും പങ്കെടുക്കാതെ ജനിച്ചിട്ട് പോലുമില്ലാത്ത ഒരു കുഞ്ഞിലേക്ക്. ആ നിമിഷത്തിലാണ് കൃഷ്ണൻ ഇടപെടുന്നത്. കുഞ്ഞ് നശിക്കില്ലെന്നും അവൻ പിന്നീട് ജീവിക്കുമെന്നും കൃഷ്ണൻ പ്രഖ്യാപിക്കുന്നു. ആ കുഞ്ഞാണ് പരീക്ഷിത്ത്. പക്ഷേ അശ്വത്ഥാമാവിൻ്റെ കാര്യത്തിൽ കൃഷ്ണന്റെ തീരുമാനം വേറെയായിരുന്നു. ഇവിടെയാണ് നമ്മൾ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിലേക്ക് എത്തുന്നത്. അശ്വത്ഥാമാവിന് കിട്ടിയ ശാപം എന്തായിരുന്നു? പലരും കേട്ടിട്ടുള്ളത് ഇതാണ്: കൃഷ്ണൻ അശ്വത്ഥാമാവിനെ ഒരിക്കലും മരിക്കാത്തവനാക്കി. പക്ഷെ മഹാഭാരതത്തിലെ വിവരണം കുറച്ചുകൂടി കൃത്യമാണ്. അശ്വത്ഥാമാവ് തൻ്റെ നെറ്റിയിലെ മണി ഉപേക്ഷിക്കേണ്ടി വന്നു. അതിനുശേഷം കൃഷ്ണൻ അദ്ദേഹത്തോട് ഭൂമിയിൽ 3000 വർഷം ഏകാന്തനായി അലഞ്ഞു നടക്കേണ്ടി വരുമെന്ന് പറയുന്നു. സമൂഹത്തിൽ നിന്നകന്ന് മനുഷ്യരുമായി സാധാരണ ബന്ധമില്ലാതെ ശാരീരിക വേദനയും ദുരിതവും അനുഭവിച്ച് ജീവിക്കണം. ഒരു യോദ്ധാവിന് യുദ്ധത്തിൽ മരിക്കുന്നത് പോലും ഒരു തരം മോചനമായിരിക്കും. പക്ഷെ അശ്വത്ഥാമാവിന് ലഭിച്ചത് അതല്ല. ജീവിക്കണം. താൻ ചെയ്ത കാര്യത്തിൻ്റെ ഓർമ്മയുമായി ജീവിക്കണം. ഒറ്റയ്ക്ക് ജീവിക്കണം. മരണം വരാതെ ജീവിക്കണം.
അതായിരുന്നു ശിക്ഷ. അതുകൊണ്ടാണ് അശ്വത്ഥാമാവിൻ്റെ കഥയിലെ ഏറ്റവും വലിയ വിരോധാഭാസം ഇതാകുന്നത്. സാധാരണ മനുഷ്യൻ മരണത്തെ ഭയപ്പെടുന്നു. അശ്വത്ഥാമാവിൻ്റെ കഥയിൽ മരണം കിട്ടാത്തതാണ് ഭയം. പക്ഷെ അശ്വത്ഥാമാവ് ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ടോ? ഇവിടെയാണ് കഥയും വിശ്വാസവും തമ്മിൽ വേർതിരിച്ച് നോക്കേണ്ടത്. മഹാഭാരതത്തിലെ സൗത്തിക പർവ്വത്തിൽ പറയുന്ന ശാപം 3000 വർഷത്തെ അലച്ചിലാണ്. ഇന്നത്തെ കാലത്തും അശ്വത്ഥാമാവ് നിർബന്ധമായും ജീവിച്ചിരിക്കണം എന്ന ആ ഭാഗം നേരിട്ട് പറയുന്നില്ല. പക്ഷേ പിന്നീട് ഹിന്ദു പാരമ്പര്യത്തിൽ മറ്റൊരു ആശയം ശക്തമായി. ചിരഞ്ജീവികൾ, വളരെ ദീർഘകാലം ജീവിക്കുന്നവരായി വിശ്വസിക്കപ്പെടുന്ന ചില മഹത്തായ കഥാപാത്രങ്ങൾ. അശ്വത്ഥാമാവ്, മഹാബലി, വ്യാസൻ, ഹനുമാൻ, വിഭീഷണൻ, കൃപാചാര്യർ, പരശുരാമൻ. ഇവരെ ഒരുമിച്ച് പറയുന്ന പ്രശസ്തമായ ഒരു സംസ്കൃത സ്മരണ ശ്ലോകവും പിന്നീട് പ്രചാരത്തിലായി. അതിലൂടെ അശ്വത്ഥാമാവ് ഒരു ചിരഞ്ജീവി എന്ന നിലയിൽ ജനവിശ്വാസത്തിൽ കൂടുതൽ ഉറച്ചു. അതിനുശേഷം നൂറ്റാണ്ടുകൾ കടന്നു പോകുമ്പോൾ കഥകൾ വളർന്നു. ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലും അശ്വത്ഥാമാവിനെ കണ്ടുവെന്ന കഥകൾ, ഒറ്റപ്പെട്ട വനങ്ങളിൽ അദ്ദേഹം സഞ്ചരിക്കുന്നുവെന്ന വിശ്വാസങ്ങൾ, നെറ്റിയിലെ മുറിവുമായി ഒരാൾ പ്രത്യക്ഷപ്പെടുന്നുവെന്ന കഥകൾ, ഇവ ഇന്നും ജനകീയമായി കേൾക്കാം. പക്ഷെ ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമായി പറയണം. ഇവയ്ക്ക് അശ്വത്ഥാമാവ് ഇന്നും ജീവിച്ചിരിക്കുന്നു എന്ന് തെളിയിക്കുന്ന ചരിത്രപരമായോ ശാസ്ത്രീയപരമായോ സ്ഥിരീകരിക്കപ്പെട്ട തെളിവുകളില്ല. അവ വിശ്വാസങ്ങളാണ്, നാടോടി കഥകളാണ്, തലമുറകളിലൂടെ കൈമാറിയ ഓർമ്മകളാണ്. അതുകൊണ്ട് അശ്വത്ഥാമാവ് ഇന്നും ജീവിച്ചിരിപ്പുണ്ടോ എന്ന ചോദ്യത്തിന് ചരിത്രം നൽകുന്ന ഉത്തരം നമുക്ക് തെളിവില്ല. പക്ഷെ വിശ്വാസം നൽകുന്ന ഉത്തരം അദ്ദേഹം ഇപ്പോഴും എവിടെയോ ഉണ്ടാകാം. ഒരു പക്ഷേ അശ്വത്ഥാമാവിൻ്റെ കഥയിലെ യഥാർത്ഥ മിസ്റ്ററി അദ്ദേഹം ഇന്നും എവിടെയെങ്കിലും ജീവിച്ചിരിക്കുകയാണോ എന്നതല്ല, ഒരു മനുഷ്യനെ പ്രതികാരം എത്ര ദൂരം കൊണ്ടുപോകും എന്നതാണ്. പിതാവിൻ്റെ മരണത്തിന് പ്രതികാരം ചെയ്യാനിറങ്ങിയ അശ്വത്ഥാമാവ് അവസാനം ഉറങ്ങിക്കിടന്നവരെയും ജനിക്കാനിരിക്കുന്ന ഒരു കുഞ്ഞിനെയും വരെ ലക്ഷ്യമാക്കി. അതിനുശേഷം ലഭിച്ച ശിക്ഷ മരണമല്ലായിരുന്നു. താൻ ചെയ്തതെല്ലാം ഓർത്തുകൊണ്ട് ജീവിക്കുക, കാലം മാറുന്നത് കാണുക, എല്ലാവരും മറഞ്ഞു പോകുന്നത് കാണുക, പക്ഷെ സ്വന്തം ജീവിതത്തിന് മാത്രം അവസാനമില്ലാതിരിക്കുക. അതുകൊണ്ടാണ് ഇന്നും ആ ചോദ്യം നമ്മെ പിന്തുടരുന്നത്. അശ്വത്ഥാമാവ് ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ടോ? ഒരു പക്ഷേ അതിൻ്റെ ഉത്തരം നമുക്കൊരിക്കലും അറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, മരണം കിട്ടാത്ത ജീവിതം അനുഗ്രഹമല്ല, ചിലപ്പോൾ അതാണ് ഏറ്റവും വലിയ ശാപം. ഇന്ന് ഏതെങ്കിലും ഒരു മലനിരയുടെ അപ്പുറത്ത്, ഒരു വനത്തിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ മനുഷ്യർ അധികം എത്താത്ത ഏതെങ്കിലും പ്രദേശത്ത് നെറ്റിയിലെ പഴയ മുറിവുമായി അശ്വത്ഥാമാവ് ഇപ്പോഴും നടക്കുകയാണോ? അതിന് നമുക്ക് ഉത്തരം അറിയില്ല. ഒരു പക്ഷേ അതൊരിക്കലും അറിയാനും കഴിയില്ല. പക്ഷെ മഹാഭാരതം നമ്മൾക്ക് വിട്ടുതരുന്ന അശ്വത്ഥാമാവ് എന്ന കഥാപാത്രം ഇന്നും ജീവിക്കുന്നുണ്ട്. കഥകളിൽ, വിശ്വാസങ്ങളിൽ, ചോദ്യങ്ങളിൽ. അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ ചോദ്യം അവസാനിച്ചിട്ടില്ല. അശ്വത്ഥാമാവ് ശരിക്കും മരിച്ചോ? അതോ കാലം മറന്നുപോയ ഏതോ വഴിയിലൂടെ അദ്ദേഹം ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണോ? അതിൻ്റെ ഉത്തരം ഇന്നും ഒരു മിസ്റ്ററിയാണ്.